നമ്മൾ ഈ ടൗൺഷിപ്പ് ഇപ്പോ കണ്ടു നോക്കുന്ന സമയത്ത് വളരെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ട ഒരു നാട് കൂടെയാണ് അവർക്ക് തിരിച്ചു നൽകുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മളൊക്കെ ഞാനും തങ്ങളവറുകൾ ഇവിടെ പിന്നെ ചെറിയ പള്ളിയിലെ ഖത്തീബാണ്. ഞാനിവിടെ കോംപ്ലക്സ് പള്ളിയിലാണ്. ഇദ്ദേഹം തുർക്കി പള്ളിയിലാണ്. അത് ഉസ്താദ് കോംപ്ലക്സ് പള്ളിയിലാണ്. ഞങ്ങളൊക്കെ വൈകുന്നേര സമയത്ത് ഇവിടെ ഇങ്ങനെ നടക്കാൻ വരുന്ന ഒരു പ്രദേശം കൂടെയാണിത്. ഈ പ്രദേശത്തിന്റെ ആകെ ഒരു ചിത്രം തന്നെ മാറിയ രൂപത്തിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പുതിയ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഇതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് ചൂരൽമല എന്ന് പറയുന്ന ഒരു പച്ചപുതച്ച പ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ ഒരു നാട് തന്നെ ഇവിടെ തിരിച്ചു നൽകാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഈ വീട് ഞങ്ങൾ സന്ദർശിക്കുമ്പോഴാണെങ്കിലും ഒരു സാധാരണ ആൾ ഉണ്ടാക്കുന്ന ആ വീടിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒന്നിലും ഒരു കുറവ് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്ന സമയത്ത് വലിയ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിലുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ സർക്കാർ ചൂരൽമലയിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചിട്ടുള്ള ടൗൺഷിപ്പിലാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചതെന്നുള്ളത് ഇവിടെ വന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. പലരും പ്രചരിപ്പിക്കുന്ന രീതിയിലല്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും വീടിനകത്ത് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും, പുറത്താണെങ്കിൽ റോഡ്, ഡ്രെയിനേജ്, മറ്റെല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിരിക്കാം ഇതുപോലെയുള്ള ഒരു സംവിധാനം, ഒരു ദുരന്തം സംഭവിച്ച ജനവിഭാഗങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സംവിധാനം ഒരു സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മൾ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതുപോലെയുള്ള ഒരു സംവിധാനം മറ്റൊരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ്. സർക്കാരിന്റെ ഒരു വലിയ കൈത്താങ്ങായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ആളുകളാണ്. ഒരു വമ്പിച്ച ഒരു ദുരന്തത്തിന് പാത്രീഭൂതരായിട്ടുള്ള ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സോമനസാല എത്തിച്ചേർന്നത്. അപ്പോൾ ഉദ്ഘാടനം മാറ്റിവെച്ചു എന്ന് അറിഞ്ഞു. എങ്കിലും ഉദ്ഘാടനത്തിന് ഞങ്ങൾ വീണ്ടും വരും. പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണിത്. കേരളത്തിലെ മുതലക്കോടി ജനങ്ങളിൽ കുറച്ചാളുകൾ മാറ്റി നിർത്തിയാൽ എല്ലാ ആളുകളുടെയും മാനസിക ഐക്യത്തിന്റെ പ്രതീകമായി ചൂരൽമലയിലെ ഈ ദുരിതബാധിതർക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച ഈ ഭവന പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി